ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് ഞങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ബത്തക്കയും ജ്യൂസൊക്കെ മതിയെന്നായിരുന്നു. അപ്പോൾ പൊരിച്ചക്കറി നിർബന്ധമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ്. എല്ലാവരും ഉണ്ടാക്കൽ ചമ്മന്തിയും പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കണ്ടൊക്കെയായിരുന്നു. അപ്പം എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്ത് കുറച്ച് കടലമാവ്, അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കിയെടുക്കുക. അത് നല്ല സ്മൂത്താക്കി വരണം. അതുകൊണ്ട് ആക്കാൻ പറ്റുന്നത് ഞാൻ കൈ കൊണ്ടാണ് ആക്കിയിരുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ചെയ്തത്. കൈ കൊണ്ടാണ് ഞാൻ പിന്നെ ആക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ സാധനം വേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് അപ്പസോഡ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ മൂടി വെച്ചിരുന്നു കേട്ടോ. നല്ലോണം അത് ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണം ആക്കിയതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാനും വേണ്ടി ഞാൻ മൂടി വെച്ച് അത് പിന്നെ ചെറുത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള മുട്ടൻ്റെ തോട് ഞാൻ തുളച്ചെടുത്ത് എല്ലാത്തിൻ്റെ തോട് ഞാൻ തുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ മുട്ടൻ്റെ ഞാൻ തോട് തൊളിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു മുട്ട 4 പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തു. അങ്ങനെ എല്ലാ മുട്ടയും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് ഞാൻ മാറ്റി വെച്ച് പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാനായിട്ടാണ് നിന്നിരുന്നത്. ജ്യൂസ് പൂവമ്പഴമായിരുന്നു. അതിൻ്റെ എല്ലാ തോലൊക്കെ ഞാൻ തൊലിച്ചെടുത്ത് തോലൊക്കെ തൊളിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ബൂസ്റ്റും പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൂസ്റ്റ് ഇട്ട് അതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ജഗ്ഗിലൊക്കെ മാറ്റി വെച്ച് അങ്ങനെ അവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് തണുക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ബത്തക്ക അരിയാനായിട്ട് നിന്നിരുന്നത്. ബത്തക്ക കരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് മുന്തിരിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പൊരിച്ചകടി മാത്രം ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ മുട്ട ബജി ഉണ്ടാക്കാൻ തന്നെ നിന്നിരുന്നു. അങ്ങനെ പാനൊക്കെ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ നിന്നു. അങ്ങനെ എല്ലാതും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എല്ലാ മുട്ട ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ.
അങ്ങനെ അത് ഇട്ട് പൊരിച്ച് എല്ലാ ഭാഗവും ഞാൻ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ആയിട്ട് കോരിയിട്ട് നല്ല കോരിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് അങ്ങനെ ഇതേപോലെ എല്ലാ മുട്ട ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങൾ പിന്നെ നോമ്പ് കൊടുക്കാനായിട്ടിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ബത്തയ്ക്കൊന്ന് തിന്നിരുന്നത്. അങ്ങനെ പൊരിച്ചക്കടിയൊക്കെ പിന്നെ തിന്നിരുന്നു കേട്ടോ ബത്തക്ക തിന്നതിന് ശേഷം. അങ്ങനെ മുട്ട ബജിയൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ പിന്നെ പൊരിച്ചക്കടിയായിരുന്നു തിന്നിരുന്നത്. അങ്ങനെ മാമൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടി. അപ്പം വീഡിയോ എടുക്കുന്ന കണ്ട പാട ഓന് മുഖം മറച്ചിട്ട് ഹായൊക്കെ കാണിക്കായിരുന്നു കേട്ടോ. അവനക്ക് മുഖം കാണിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അവൻ അറിയാതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നിന്നിരുന്നത്. അങ്ങനെ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ആയിരുന്നു കഴിക്കാണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.